നമസ്കാരം, ഞാൻ ടോണി. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത NH 66 ശോചനീയാവസ്ഥ, പ്രതിഷേധം കനക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. PDP ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ഹൈവേ ഉപരോധിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണം സംസ്ഥാന സർക്കാർ മുഴുവൻ ചെലവും വഹിക്കാമെങ്കിൽ സാധ്യതകൾ പരിശോധിച്ച് അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. മന്ത്രിയുടെ ഉറപ്പ് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MP നൽകിയ കത്തിന് മറുപടിയായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജന്റെ ഭർത്താവ് രാജനെ ഇടിച്ച് കൊലപ്പെടുത്തിയ കാർ 1 മാസത്തിന് ശേഷം പോലീസ് കണ്ടെത്തി. കാർ ഓടിച്ചിരുന്ന വ്യക്തി വിദേശത്തേക്ക് കടന്നു കളഞ്ഞെന്ന സൂചന. വാർത്തകൾ വിശദമായി. ദേശീയപാത NH 66 ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. പുന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടക്കഴിയൂർ കാജ കമ്പനി സെന്ററിൽ നടന്ന ഉപവാസം മുൻ DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. വയനാട് പാർലമെന്റ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹാരിസ് ബാബു ചാലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ, വടക്കേകാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി RP ബഷീർ, KP ഉമ്മർ, KV ഷാനവാസ്, അഡ്വക്കേറ്റ് KK ഷിബു, RV മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത ദുരന്തപാതയായി മാറിയിട്ട് നടപടിയെടുക്കാത്ത സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ PDP ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ഹൈവേ ഉപരോധ സമരം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് മണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് VM മനാഫ് എടക്കഴിയൂർ അധ്യക്ഷത വഹിച്ചു. നഫാസ് കോഞ്ചാടത്ത്, ഫിറോസ് പാലക്കൽ, കമറുദ്ദീൻ തിരുവത്ര, കമറുദ്ദീൻ, ഹരിദാസ് ചാവക്കാട്, NK കരീം, നിഷാദ് തിരുവത്ര, റസാഖ് സാഗർ, RV അലി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണം സംസ്ഥാന സർക്കാർ മുഴുവൻ ചെലവും വഹിക്കാമെങ്കിൽ സാധ്യതകൾ പരിശോധിച്ച് അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട TN പ്രതാപൻ MP നൽകിയ കത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. റെയിൽവേ വികസനത്തിനായി നേരത്തെയുണ്ടായിരുന്ന തിരുവെങ്കിടം റെയിൽവേ ഗേറ്റ് അടച്ചതിനെ തുടർന്നാണ് അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നത്. ഇതിനായി നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച സമരമുഖത്താണ്. ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നതിനായി സെൻറ്റേജ് ചാർജ് വഹിക്കാമെന്ന് നഗരസഭ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കിഴക്കേ നടയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുത്ത ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇക്കാര്യവും പരിഗണിക്കാമെന്ന് റെയിൽവേ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 2012-13 കാലഘട്ടത്തിൽ റെയിൽവേ അനുമതി നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ പാലം നിർമ്മാണത്തിന് തടസ്സങ്ങളില്ലെന്നും TN പ്രതാപൻ നൽകിയ കത്തിന് മറുപടിയായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ കൊളാടിപ്പടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പന്നിത്തടം സ്വദേശികളായ കുറിഞ്ചൂർ വീട്ടിൽ റഫീഖ്, അമീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉച്ചതിരിഞ്ഞ് 3:30 അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഇരുവരെയും ആക്സ് പ്രവർത്തകർ ചേർന്ന് കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജന്റെ ഭർത്താവ് പാഴിയോട്ടുമുറി കുന്നത്തുപുരയ്ക്കൽ രാജൻ വാഹനാപകടത്തിൽ മരിച്ച സംഭവം ഇടിച്ചു നിർത്താതെ പോയ കാർ 1.5 മാസത്തിന് ശേഷം പോലീസ് കണ്ടെത്തി. കാർ ഓടിച്ചിരുന്ന പെരുമ്പിലാവ് നാറാണത്ത് വീട്ടിൽ ഷെഫീഖിനെതിരെ പോലീസ് കേസെടുത്തു. ഇയാൾ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് അപകടമുണ്ടായത്. പാഴിയോട്ടുമുറിയിൽ റോഡരികിൽ നിൽക്കുകയായിരുന്ന രാജനെ അമിതവേഗതയിൽ സഞ്ചരിച്ചിരുന്ന നാനോ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 2 സ്ത്രീകളെയും കാർ ഇടിച്ചു വീഴ്ത്തി. അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാജൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. അപകടമുണ്ടാക്കിയ കാറിനെക്കുറിച്ച് അന്ന് തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ബുധനാഴ്ച രാവിലെയാണ് പെരുമ്പിലാവിൽ നിന്നും കാർ കണ്ടെത്തിയത്. റോഡരികിലെ സ്ഥാപനങ്ങളിലുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചിരുന്നുവെങ്കിലും കാറിന്റെ നമ്പർ തെളിഞ്ഞു കാണാതിരുന്നത് അന്വേഷണത്തെ ബാധിച്ചിരുന്നു. കാറിന്റെ നിറത്തിന്റെയും അപകടസ്ഥലത്ത് നിന്ന് ലഭിച്ച കണ്ണാടിയുടെയും അടിസ്ഥാനത്തിൽ വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാർ കണ്ടെത്തിയത്. പട്ടാമ്പി സ്വദേശിനിയുടെ ഉടമസ്ഥതയിലുള്ള കാർ ഷെഫീഖ് വാടകയ്ക്കെടുത്തതായിരുന്നു. അപകടമുണ്ടായതിനു ശേഷം ഇയാൾ പന്നിത്തടം സെന്ററിലെ പോലീസ് നിരീക്ഷണ ക്യാമറയിൽ പതിയാതിരിക്കാൻ തന്ത്രപൂർവ്വം വെള്ളറക്കാട് വഴി തിരിഞ്ഞാണ് പെരുമ്പിലാവിലേക്ക് പോയത്. തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം കാറുടമയുടെ പെരുമ്പിലാവിലുള്ള സഹോദരനെ കൈമാറി. ഇയാളുടെ വീട്ടിൽ നിന്നാണ് എരുമപ്പെട്ടി SI ജയപ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് കാർ കണ്ടെടുത്തത്. കുന്നുകുളം ACP TS സിനോജ്, എരുമപ്പെട്ടി SHO KK ഭൂപേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പോലീസ് ഓഫീസർമാരായ സന്തോഷ്, ദിലീപ്, ജയൻ, ഗിരീശൻ, രജീസ്, സുജു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.
കുന്നംകുളം നഗരസഭാ പരിധിയിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നതായി ആക്ഷേപം. കർശന നടപടികൾക്കായി ഒരുങ്ങിയ അധികൃതർ. ലഹരി ആസ്വാദനത്തിനായി കുട്ടികൾ പരമ്പരാഗത ലഹരി വസ്തുക്കൾക്ക് പകരം വിക്സ്, ടൈഗർ ബാം, അയോഡെക്സ്, നെയിൽ പോളിഷ്, വൈറ്റ്നർ, ചെരുപ്പ്, ബാഗ് തുടങ്ങിയവ ഒട്ടിക്കുന്ന പശകൾ, മറ്റു പശകൾ എന്നിവ ഉപയോഗിക്കുന്നതായാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുകയും വിവരം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണമെന്ന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. കുട്ടികളുടെ അമ്മമാർ ഇടയ്ക്ക് അവരുടെ ബാഗുകളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇത് ഒരു വളർന്നു വരുന്നൊരു സമൂഹത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക, ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു കുട്ടി ചീത്തയായി കഴിഞ്ഞാൽ മതി, ആ വിദ്യാലയത്തിന് തന്നെ ചീത്തപ്പേരും ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളിലും അത് പടർന്നു പിടിക്കാൻ വളരെയേറെ സാധ്യതയാണ്. അപ്പോൾ അടുത്ത് വരുന്ന MECകളിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ PTA-ക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തുള്ള കടകൾ റെയ്ഡ് ചെയ്യുന്നതിനും ഇത്തരം കാര്യങ്ങൾ വസ്തുക്കൾ ഒരിക്കലും കുട്ടികൾക്ക് ലഭ്യമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യമാണ്. കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ വിദ്യാലയ പരിസരങ്ങളിലുള്ള സ്റ്റേഷനറി കടകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. മേഖലയിൽ വിവിധ സ്കൂളുകളുടെ പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന. ചെറിയ രീതിയിൽ ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളായ വൈറ്റ്നർ, വിക്സ്, പശ തുടങ്ങിയ പേപ്പറിൽ പുരട്ടി വലിക്കുക വഴി കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം പരിഗണിച്ചാണ് പരിശോധന നടത്തിയത്. കച്ചവടക്കാർക്ക് ആവശ്യമായ നിർദ്ദേശം ആരോഗ്യ വിഭാഗം അധികൃതർ നൽകി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കുട്ടികളെ കണ്ടാൽ സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുവാനും കച്ചവടക്കാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണന്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് സ്ക്വാഡിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സനൽകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ PN എന്നിവർ ഉണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഫലമായി കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ക്ലാസ് മുറികളും ഹൈടെക് ആകുന്നു. ഒക്ടോബർ മാസം മുതലാണ് ക്ലാസ് മുറികൾ ഹൈടെക് ആകുന്നത്. ഇതോടെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറും. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 4752 സ്കൂളിലെ 44,705 ക്ലാസ് മുറിയിൽ ലാപ്ടോപ്പ്, മൾട്ടിമീഡിയ പ്രൊജക്ടർ, DSLR ക്യാമറ, സ്പീക്കർ, ടെലിവിഷൻ തുടങ്ങിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഒരു സ്മാർട്ട് ക്ലാസ് മുറിക്ക് 1 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള 9,941 സ്കൂളിലെ ക്ലാസ് മുറികളാണ് ഹൈടെക്കായി രൂപാന്തരപ്പെടുന്നത്. 14,963 സ്കൂളുകളിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കി കഴിഞ്ഞു. സമഗ്ര എന്ന വിദ്യാഭ്യാസ പോർട്ടലാണ് പഠനബോധന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതം, ഭാഷാ വിഷയങ്ങൾ എന്നിവ ഡിജിറ്റലായി അവതരിപ്പിക്കുവാൻ സമഗ്ര പോർട്ടൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ലാസ് മുറികൾ ഹൈടെക് ആകുന്നത്. കുന്നംകുളം ഉപജില്ലാ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാർത്താ വായന മത്സരം നടത്തി. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മത്സരം നടത്തിയത്. ഉപജില്ലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്ന് 21 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ എരുമപ്പെട്ടി GHSSലെ TS നന്ദന 1ാം സ്ഥാനവും കുന്നംകുളം BCGHSലെ കാവ്യ കൃഷ്ണകുമാർ 2ാം സ്ഥാനവും ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഫാത്തിമത്ത് സന 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുന്നംകുളം GMBHSലെ ആൽവിൻസ് കെയാണ് 1ാം സ്ഥാനം. എരുമപ്പെട്ടി GHSലെ റിമാരാജ് ചെറുവത്തൂർ 2ാം സ്ഥാനവും ചിറമനേങ്ങാട് കോൺകോഡ് GHSലെ KS ഗോപിക 3ാം സ്ഥാനവും നേടി. 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയവരെ ജില്ലാ മത്സരത്തിൽ പങ്കെടുപ്പിക്കും. കേച്ചേരി MIC അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ റസ കേച്ചേരി വാർത്താവായന മത്സരം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സോഷ്യൽ സയൻസ് ക്ലബ് സെക്രട്ടറി AA സിറാജുദ്ദീൻ മാസ്റ്റർ വിശദീകരണം നൽകി. പ്രധാനാധ്യാപകൻ K ലത്തീഫ്, മിൻഡോ വടക്കൻ, PK ഷിജോ, K രാഹുൽ ബാബു, ഡോക്ടർ CM ബിജു, റിൻസി ഫിറോസ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. മർത്തങ്കോട് മാർ പീലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂളിൽ കാതോലിക്ക ബാവയ്ക്ക് സ്വീകരണവും സ്മാർട്ട് ക്ലാസ് റൂം പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. സ്കൂളിന്റെ മാനേജറായി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഈ അടുത്ത സമയത്താണ് നിയമിതനായത്. ഇതിനെ തുടർന്നാണ് ബാവയ്ക്ക് സ്വീകരണം ഒരുക്കുന്നത്. ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M പത്മിനി ടീച്ചർ നിർവഹിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, ആധ്യാത്മിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വിദ്യാലയം പുനരുദ്ധാരണത്തിന്റെ പാതയിലാണെന്നും അടിസ്ഥാന സൗകര്യ വികസനം ഉടൻ സാധ്യമാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഹെഡ്മിസ്ട്രസ് CC മിനി, PTA പ്രസിഡന്റ് ഫ്രാൻസിസ് കൊള്ളനൂർ എന്നിവർ അറിയിച്ചു. ആനായ്ക്കൽ സ്വദേശി സുബ്രഹ്മണ്യനെ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും നാട്ടുകാരും ചേർന്ന് കൃത്രിമക്കാൽ സമ്മാനിച്ചു.
വാർപ്പ് ജോലിക്കിടെ കാലിൽ ആണികുത്തി പരിക്കേറ്റതിനെ തുടർന്ന് പഴുപ്പ് കയറുകയും പിന്നീട് ഇടതുകാൽ മുട്ടിനു താഴെ മുറിച്ചു മാറ്റേണ്ടി വന്ന ആനായ്ക്കൽ സ്വദേശി ആരിയടത്ത് സുബ്രഹ്മണ്യനാണ് കൃത്രിമകാൽ സമ്മാനിച്ചത്. കൃത്രിമകാലുകൊണ്ട് നടക്കാൻ കഴിയുമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും നാട്ടുകാരും ചേർന്ന് പുതിയ കൃത്രിമകാൽ നിർമ്മിച്ചു നൽകുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാസങ്ങളായി വിശ്രമത്തിലായിരുന്നു സുബ്രഹ്മണ്യൻ. ഭാര്യയും 2 മക്കളുമുണ്ട്. കൃത്രിമകാലിന് വരുന്ന 70,000 രൂപയുടെ പകുതി സംഖ്യ ആനായ്ക്കൽ സ്വദേശിയും മസ്കറ്റിൽ ജോലി ചെയ്യുന്ന കള്ളംവളപ്പിൽ കെ ഷാജിൻ നൽകുകയായിരുന്നു. അവർക്ക് പിന്തുണയുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും കൈകോർത്തതോടെയാണ് ഒരു ഗൃഹനാഥന്റെ നടക്കാനുള്ള സ്വപ്നം പൂവണിഞ്ഞത്. ഇനി സ്വന്തമായി ജോലികളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സുബ്രഹ്മണ്യൻ. ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാരായ ജയ്സിംഗ് കൃഷ്ണൻ, മോഹിനി ഷാജൻ, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ, അജിത് ചീരൻ, EN ശ്രീകാന്ത്, പ്രമീള രാജൻ, ഷോളി തമ്പാൻ, RS ബിജോയ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂളിൽ സ്പിക്മാക്കൈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നൃത്തകലകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്പിക്മാക്കൈ സംഘടനയുടെ നേതൃത്വത്തിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നൃത്തകലകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത്. 1 മണിക്കൂറാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. നർത്തകി ലക്ഷ്മി റെഡ്ഡി നൃത്തങ്ങൾക്ക് പരിശീലനം നൽകി. കുന്നംകുളം സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി കോർഡിനേറ്റർ KS സുജിനി, അനീഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക TG ജയമോൾ സ്വാഗതവും രക്ഷാധികാരി മണിയിൽ ശിവദാസൻ നന്ദിയും പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ 3ാമത്തെ ഷിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ കൂടുതൽ പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമായി. 6 മാസങ്ങൾക്ക് മുൻപ് പ്രവർത്തനം തുടങ്ങിയ കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള സർക്കാർ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ ഇതുവരെ 2 ഷിഫ്റ്റാണ് പ്രവർത്തിച്ചിരുന്നത്. 3ാമത്തെ ഷിഫ്റ്റ് കൂടി പ്രവർത്തനം ആരംഭിച്ചതോടെ ഇനി 8 പേർക്ക് കൂടി അധികം ഡയാലിസിസ് ചെയ്ത് നൽകാനാകും. ഇപ്പോൾ രാത്രി ഷിഫ്റ്റാണ് പുതുതായി പ്രവർത്തനം തുടങ്ങുന്നത്. ജില്ലയിൽ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ നൈറ്റ് ഷിഫ്റ്റ് പ്രവർത്തനം തുടങ്ങുന്നത് കുന്നംകുളത്താണ്. വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന ഷിഫ്റ്റ് 11 മണി വരെ തുടരും. പുതിയ സംവിധാനം ഒരുങ്ങുന്നതോടെ ഒരാഴ്ചയിൽ 48 പേർക്ക് ഡയാലിസിസ് ചെയ്യാനാകും. മേഖലയിലെ സാധാരണക്കാരായ ഡയാലിസിസ് രോഗികൾക്ക് ഏറെ സഹായകമായ രീതിയിലാണ് സർക്കാർ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. BPL കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിലും അല്ലാത്തവർക്ക് 300 രൂപ നിരക്കിലുമാണ് ചാർജ് ഈടാക്കുന്നത്. നിലവിൽ 3 ഷിഫ്റ്റിലായി 12 ജീവനക്കാർ സെന്ററിൽ ജോലിക്കുണ്ട്. എല്ലാ ദിവസവും നെഫ്രോളജിസ്റ്റിന്റെ സേവനവും ഡയാലിസിസ് സെന്ററിൽ ലഭ്യമാണ്. പ്രദേശത്തെ സാധാരണക്കാരായ രോഗികൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ സേവനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് 3ാമത്തെ ഷിഫ്റ്റ് കൂടി ഏർപ്പെടുത്തുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ എന്നിവർ പറഞ്ഞു. 3ാമത്തെ ഷിഫ്റ്റ് ഇന്നു മുതൽ ഞങ്ങൾ തുടങ്ങുകയാണ്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയും കുന്നംകുളം നഗരസഭയും സംയുക്തമായി ചേർന്നിട്ട് തുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ 140-ൽ കൂടുതൽ രജിസ്ട്രേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഫണ്ടിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടുത്തെ സുമനസ്സുകളുടെ സഹായ സഹകരണം കൊണ്ട് ഈ പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസ് നടത്തുകയാണ്. ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സ വളരെ എക്സ്പെൻസീവായ ചികിത്സയാണെന്നുള്ളതുകൊണ്ടും ഈ ചികിത്സയില്ലാതെ ഇത്തരം രോഗികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ യൂണിറ്റിലെ 3ാമത്തെ ഷിഫ്റ്റ് ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത്. CCTV ന്യൂസ് കുന്നംകുളം. ജീവ ഗുരുവായൂർ നടത്തിവരുന്ന ചങ്ങാതി കുറിയുടെ ഭാഗമായി തിരുവോണ കൂട്ടായ്മ നടത്തി. പൈതൃകം വനിതാവേദിയുടെ സഹകരണത്തോടെ രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെ ഉൽപ്പാദിപ്പിച്ച പഴം കൊണ്ടുണ്ടാക്കിയ പഴം പായസമാണ് പ്രകൃതി ഭക്ഷണമായി ഉണ്ടാക്കിയത്. ഡോക്ടർ PA രാധാകൃഷ്ണൻ തിരുവോണ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷകൻ MP ശശിധരൻ ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് P മുരളീധര കൈമൾ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ജിഷ സതീഷ്, KK ശ്രീനിവാസൻ, ഇന്ദിര സോമസുന്ദരൻ, ജയശ്രീ രവികുമാർ, പാടിഷ ഷാജൻ, ഹൈദരാലി പാലുവായി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മേഖലയിൽ റോഡിനടിയിൽ രൂപപ്പെട്ട തുരങ്കങ്ങൾ താൽക്കാലികമായി അടക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. എരുമപ്പെട്ടി ആശുപത്രിക്ക് മുൻവശത്തും കരയന്നൂർ, നെല്ലുവായ് പ്രദേശങ്ങളിലുമാണ് റോഡിനടിവശം ഇടിഞ്ഞ് കുഴി രൂപപ്പെട്ടിരുന്നത്. എയർടെൽ കമ്പനി പൈപ്പിടുന്നതിന് വേണ്ടിയാണ് റോഡിൽ കുഴിയുണ്ടാക്കിയത്. ഇത് ശരിയാവണ്ണം നികത്താതിരുന്നതാണ് തുരങ്കങ്ങൾ രൂപപ്പെടാൻ കാരണം. അപകട ഭീഷണി ഉയർത്തുന്ന കുഴികളെക്കുറിച്ച് CCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീർ പ്രശ്നത്തിൽ ഇടപെടുകയും വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ പരാതി നൽകുകയും ചെയ്തു. PWD ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സ്വകാര്യ കമ്പനി വ്യാഴാഴ്ച രാവിലെ തുരങ്കം അടയ്ക്കാൻ ആരംഭിച്ചു. എന്നാൽ അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിട്ട് മൂടുക മാത്രമാണ് ഇവർ ചെയ്യുന്നതെന്നാരോപിച്ച് നാട്ടുകാർ പ്രവർത്തനം തടഞ്ഞു. ഇതേ തുടർന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീറും CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫും സ്ഥലത്തെത്തി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായും കരാറുകാരുമായും ചർച്ച നടത്തി. റോഡിനടിയിൽ രൂപപ്പെട്ട തുരങ്കം പൂർണ്ണമായും പൊളിച്ചു നീക്കി ശാസ്ത്രീയമായ രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് നൽകാമെന്ന ഉറപ്പിന്മേൽ പ്രശ്നം പരിഹരിച്ച പ്രവർത്തനം പുനരാരംഭിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി.
ചൂണ്ടൽ സെന്ററിലുള്ള കൂറ്റൻ പ്ലാവിലെ കടന്നൽക്കൂട് ജനങ്ങൾക്ക് ഭീഷണിയാകും. ദീർഘദൂര ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പിനടുത്തുള്ള പ്ലാവിലാണ് മലങ്കടന്നലുകളുടെ കൂട് പ്രത്യക്ഷമായിരിക്കുന്നത്. ഉണങ്ങിയ വലിയ ശിഖരങ്ങൾ ഏതു സമയത്തും പൊട്ടിവീഴാവുന്ന നിലയിലുള്ള പ്ലാവിൽ നീർക്കാക്കകൾ കൂടുകൂട്ടിയിരിക്കുന്നത് മൂലം ജനങ്ങളേറെ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂനിന്മേൽ കുരുപോലെ കടന്നൽക്കൂടും പ്രത്യക്ഷമായിട്ടുള്ളത്. ഇവിടെ ബസ്സുകാർ നിൽക്കുന്നവരുടെ മേൽ നീർക്കാക്കകളുടെ വിസർജ്യം വീഴുന്നത് പതിവാണ്. കൂടാതെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളും വിസർജ്യത്തിൽ മുങ്ങിയാണ് ഇവിടെ നിന്നും പോകാറുള്ളത്. നീർക്കാക്കകളുടെ ശല്യവും ഉണങ്ങിയ വൃക്ഷക്കൊമ്പുകൾ പൊട്ടിവീണേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുമ്പോഴാണ് കടന്നലുകൾ കൂടി ഭീഷണിയായി മാറിയിരിക്കുന്നത്. നീർക്കാക്കകളുടെ വിഹാര കേന്ദ്രമായതിനാൽ കടന്നൽക്കൂടിനെ ഇളക്കം തട്ടാനുള്ള സാധ്യത ഏറെയാണ്. പൊതുജനങ്ങൾ സ്ഥിരമായി എത്തുന്ന അക്ഷയ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ പ്ലാവിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തുന്ന യാത്രക്കാരും സമീപത്തെ സ്ഥാപനോടമകളുടെയും ജീവനക്കാരുടെയും ജീവന ഈ പ്ലാവ് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഉണങ്ങിയ ശിഖരങ്ങളും നീർക്കാക്കകളും കടന്നൽക്കൂടും ജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി മാറിയെങ്കിലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇതൊന്നും അറിഞ്ഞ ഭാവമില്ല. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ മഴ മൂലം താൽക്കാലികമായി തടസ്സപ്പെട്ടിരുന്ന കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകളുടെ പുനർനിർമ്മാണം ആരംഭിച്ചു. ജൂൺ മാസത്തിൽ തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച സെപ്റ്റംബർ മാസത്തോടെ ടാറിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് നഗരസഭ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ അവിചാരിതമായി വന്നെത്തിയ പ്രളയത്തിൻ്റെയും തോരാത്ത മഴയുടെയും ഭാഗമായി ക്വാറികൾ പ്രവർത്തനരഹിതമാവുകയും പുനർനിർമ്മാണത്തിനാവശ്യമായ ക്വാറി വേസ്റ്റ്, വെറ്റ് മിക്സ് പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാതെ വരികയും ചെയ്തതാണ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതിന് കാരണമായത്. മഴ കുറയുകയും അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാവുകയും ചെയ്തതിനെ തുടർന്ന് കരാറുകാർ ജോലികൾ പുനരാരംഭിച്ചു. നഗരസഭയിലെ 27, 16, 34, 25 തുടങ്ങിയ വാർഡുകളിലെ പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. മറ്റു വാർഡുകളിലെ വർക്കുകളും 2 ആഴ്ചയ്ക്കകം പൂർത്തീകരിക്കാൻ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗവും കരാറുകാരും സംയുക്തമായി ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഒപ്പം മഴ മൂലം തടസ്സപ്പെട്ടിരുന്ന വൈദ്യുതി വിളക്കുകളുടെ അറ്റകുറ്റപ്പണികളും കരാറെടുത്ത കമ്പനികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം തുടങ്ങി. നഗരസഭയുടെ 18ാം വാർഡിലുള്ള വീടുകളിൽ മുൻകൂട്ടി കരുതി വെച്ചിട്ടുള്ള അജൈവ മാലിന്യങ്ങളിലെ പ്ലാസ്റ്റിക് ആണ് നഗരസഭയുടെ ഹരിത കർമ്മസേന വാളണ്ടിയർമാർ കഴുകി വൃത്തിയാക്കിയത്. പ്ലാസ്റ്റിക് ചാക്കുകൾ നിറച്ച് ഇവ ശേഖരിച്ചു. വാർഡ് കൗൺസിലർമാരായ PI വിശ്വംഭരൻ, വാളണ്ടിയർമാരായ സുജാത, ബിന്ദു കൃഷ്ണ, ബിന്ദു പ്രസാദ്, ബിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടാമ്പാൽ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും BSNL ഫോൺ കണക്ഷനുകളും നെറ്റ് കണക്ഷനുകളും പ്രവർത്തനരഹിതമാണെന്ന് പരാതി. പാറയമ്പാടം ആറ്റുപുറം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ചപ്പോഴാണ് കണക്ഷനുകൾക്ക് സാങ്കേതിക തകരാറുകൾ സംഭവിച്ചത്. പണിയുടെ ഭാഗമായി മണ്ണെടുക്കുന്ന ജോലിക്കിടയിലാണ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കേബിളുകൾ പൊട്ടി നശിച്ചത്. തുടർന്ന് റോഡ് പണി പൂർത്തിയാവുകയും റോഡ് ഉദ്ഘാടനം ചെയ്യുകയുമുണ്ടായി. എന്നാൽ റോഡ് പണിയുടെ ഭാഗമായി പൊളിച്ച ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച BSNL കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ റോഡ് പണി ഏറ്റെടുത്ത കമ്പനിക്കാർ തയ്യാറായില്ല. ഇതുമൂലം പഞ്ചായത്തിലെ BSNL ഉപഭോക്താക്കൾ വലയുകയാണ്. ദുരിതമനുഭവിക്കുന്ന ഗുണഭോക്താക്കൾക്ക് എത്രയും പെട്ടെന്ന് തകരാറിലായ കണക്ഷനുകൾ പുനഃസ്ഥാപിക്കണമെന്നും നഷ്ടമുണ്ടാക്കും വിധം പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട പൊതുപ്രവർത്തകൻ സാബു വൈനൂർ പഴഞ്ഞി BSNL സബ് ഡിവിഷൻ ഓഫീസർക്ക് പരാതി നൽകി. റോഡ് പണിയെ തുടർന്നുണ്ടായ ഈ തകരാറുകൾ പരിഹരിക്കാൻ BSNL ഉദ്യോഗസ്ഥരും നിസ്സഹായരാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. സംഘരാഷ്ട്ര നിർമ്മിതിക്കെതിരെ സ്വാതന്ത്ര്യ പ്രക്ഷോഭം സംഘടിപ്പിച്ച് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭം ജില്ലാ ട്രഷറർ TM കുഞ്ഞിപ്പ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ പാടൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KK ഷാജഹാൻ വിഷയാവതരണവും മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി VM ഹുസൈൻ പ്രമേയാവതരണവും നടത്തി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ കൂനമുച്ചി, പൗരാവകാശ വേദി പ്രസിഡന്റ് നൌഷാദ് തെക്കുംചേരി, കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് NA നൌഷാദ്, RV റിയാസ്, അബ്ദുൾ മാലിക് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ക്യാൻ തൃശൂർ പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായുള്ള പുന്നൂർ പഞ്ചായത്തിലെ ഭവന സന്ദർശന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബുഷറ കുന്നമ്പത്ത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാനന്ദൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, JPHN റിനി ഡേവിഡ്, ആശാ വർക്കർ സുനിത ബാലൻ എന്നിവർ പങ്കെടുത്തു. വീടുകളിൽ ചോദ്യാവലി വിതരണം ചെയ്ത് ക്യാൻസർ സാധ്യത കണ്ടെത്തും. 2ാം ഘട്ടത്തിൽ സ്ക്രീനിംഗ് ക്യാമ്പ് ആരംഭിക്കും. മാലിന്യത്താൽ നിറഞ്ഞ് ഒരു പഞ്ചായത്ത് ഓഫീസ്. പുന്നൂർ പഞ്ചായത്ത് കാര്യാലയമാണ് മാലിന്യങ്ങൾ നിറഞ്ഞ് പ്രദേശവാസികൾക്കും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവർക്കും ദുരിതമായി മാറുന്നത്. ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെ മുഴുവൻ മാലിന്യങ്ങളും ഓഫീസിന്റെ ഒരു ഭാഗത്താണ് കൂട്ടിയിടുന്നത്. ദുർഗന്ധവും ഈച്ചശല്യവും ഉണ്ടായിട്ടും പഞ്ചായത്തോ ആരോഗ്യവകുപ്പോ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്.
പഞ്ചായത്ത് ഓഫീസിന് പുറമെ കൃഷിഭവൻ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തുടങ്ങിയ ഓഫീസുകളെല്ലാം ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടെ 50ഓളം പേർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ തന്നെയാണ് കൂട്ടിയിടുന്നത്. ഇതിനോട് ചേർന്നാണ് വാഷ് ബേസിൻ വെച്ചിട്ടുള്ളത്. ഇതിനും അല്പം മാറി മാലിന്യം നിക്ഷേപിക്കാനായി 2 കോൺക്രീറ്റ് റിംഗും വെച്ചിട്ടുണ്ടെങ്കിലും അത് നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. ഇത് ശരിയായി സംസ്കരിക്കാൻ അധികൃതർ മിനക്കെടുന്നില്ല. പഞ്ചായത്ത് ഓഫീസിന്റെ മുകളിൽ, മുൻവശത്തും മറ്റു ഭാഗങ്ങളിലും പാഴ്ചെടികൾ വളർന്നു വലുതാകുന്നതും അധികൃതർ അവഗണിക്കുകയാണ്. ശുചിത്വത്തിനു വേണ്ടി നാടുനീളെ ബോധവൽക്കരണവും പരിപാടികളും നടത്തുന്ന പഞ്ചായത്ത് അധികൃതർ സ്വന്തം ഓഫീസ് പരിസരമെങ്കിലും വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പുന്നയൂർകുളം. ചാവക്കാട് പുതിയ പാലത്തിനടുത്ത് അപകടം. നിയന്ത്രണം വിട്ട കാർ കമ്പിയിലിടിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. ഡ്രൈവർ കാറിൽ നിന്ന് ചാടിയിറങ്ങി രക്ഷപ്പെട്ടു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സംഭവം. പുതിയ പാലത്തിനോട് ചേർന്ന് ഒട്ടേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനടുത്താണ് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചുന്നത്. ഇവിടെയുള്ള സുരക്ഷാ കമ്പിയിൽ ഇടിച്ചതിനാൽ താഴ്ചയിലേക്ക് വീണില്ല. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നാട്ടുകാർ കാർ തള്ളിമാറ്റി സുരക്ഷിത സ്ഥലത്തേക്ക് നീക്കി. ആനക്കല്ല് മേരിമാത ഓർഫനേജിലെ കുട്ടികളോടൊത്ത് പാട്ടുപാടിയും കഥ പറഞ്ഞും MP രമ്യ ഹരിദാസ്. തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ നൽകിയ വാഗ്ദാനം പാലിക്കുകയായിരുന്നു MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ താൻ മേരിമാത ഓർഫനേജിലെ കുട്ടികൾക്കൊപ്പം കുറച്ചധികം സമയം ചെലവഴിക്കുമെന്ന് കുട്ടികൾക്ക് ഇവർ ഉറപ്പു നൽകിയിരുന്നു. ഈ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് MP ഓർഫനേജിലെത്തിയത്. രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെയും രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെയും കഥകൾ വിവരിച്ച് നൽകിയ MP കുട്ടികൾ ആലപിച്ച പ്രാർത്ഥനാ ഗീതം മനോഹരമായി കുട്ടികൾക്ക് പാടി നൽകിയ ശേഷം ഒരു നാടൻ പാട്ടും പാടി. അതിനുശേഷം കേക്ക് മുറിച്ച് എല്ലാ കുട്ടികൾക്കും നൽകി. ഓർഫനേജിലെ പുരോഹിതരായ ഫാദർ അലക്സ്, ഫാദർ മനു എന്നിവർ നൽകിയ മധുരം സ്വീകരിച്ച ശേഷം സീനിയർ കോൺഗ്രസ് നേതാവ് VK കാസ്മിയും അദ്ദേഹത്തിന്റെ മകനും പ്രവാസ ലോകത്തെ സംഘടനാ നേതാവ് ഷാജി കാസ്മിയും ഒരുക്കിയ ഭക്ഷണം കുട്ടികൾക്കായി വിളമ്പി നൽകി. MP-യോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK ദേവദാസ്, ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, കവിത പ്രേംരാജ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MS പോൾ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് KB തമ്പി മാസ്റ്റർ, പ്രവാസി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VK മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ K പ്രവീൺ കുമാർ, നാസർ, ചെറിയാൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, വേലൂർ. കുന്നോളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന 24 കേരള ബറ്റാലിയൻ NCC സംസ്ഥാന ക്യാമ്പിന്റെ സ്മരണയ്ക്കായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കോളേജ് ക്യാമ്പസിൽ വളർത്താനായി കേഡറ്റുകൾക്ക് ഓർമ്മമരം സമ്മാനിച്ചു. ക്യാമ്പ് കമാൻഡന്റ് കേണൽ CI തോമസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് ചെയർപേഴ്സൺ കോളേജിൽ വളർത്താനുള്ള മരം സമ്മാനിച്ചത്. പച്ചപ്പുകളെ സംരക്ഷിക്കാനുള്ള NCCയുടെ പ്രവർത്തനങ്ങൾക്ക് ചെയർപേഴ്സൺ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ക്യാപ്റ്റൻ PJ സ്റ്റൈജു പദ്ധതി വിശദീകരണം നടത്തി. റെജിമോൻ, ലഫ്റ്റനന്റ് ശരത് ചന്ദ്രൻ, പോളിടെക്നിക് അധ്യാപകൻ മണികണ്ഠൻ, സുബൈദർ, മേജർ രമേശ് റായ്, അസോസിയേറ്റ് NCC ഓഫീസർമാരായ ഷിജി പൗലോസ്, അബ്ദുൾ അസീസ്, പോളിടെക്നിക്കിലെ സീനിയർ അണ്ടർ ഓഫീസർ ജീവൻ മാത്യു എന്നിവർ സംസാരിച്ചു. തൃശൂർ സഹോദയ ടീച്ചേഴ്സ് കലോത്സവത്തിൽ ലളിതഗാന മത്സരത്തിൽ ആർത്താറ്റി ഹോളി ക്രോസിലെ അധ്യാപികയ്ക്ക് A ഗ്രേഡോടെ 1ാം സ്ഥാനം. സ്കൂളിലെ അധ്യാപിക ഷൈനി ഷാജിയാണ് നേട്ടം സ്വന്തമാക്കിയത്. നവമാധ്യമ കാഴ്ച. സഹോദര സ്നേഹം എന്നത് നിർവചിക്കാൻ കഴിയാത്തതാണ്. കുഞ്ഞനുജത്തിക്ക് ആഹാരം പാകം ചെയ്തു കൊടുത്ത് സഹോദര സ്നേഹത്തിന് പുത്തൻ മാനം കണ്ടെത്തുകയാണ് കുഞ്ഞേട്ടൻ. മറ്റത്ത് നിന്ന് ജോയൽ K ജോസ് നൽകിയ കൗതുകമുണർന്ന ദൃശ്യത്തിലേക്ക്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 3500 രൂപ, സ്വർണം പവന് 28,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
ചരമം അരിയന്നൂർ കളരിക്കൽ കൃഷ്ണൻ എന്ന വേശുക്കുറുപ്പ് നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് പാമ്പാടി ഐവറമഠത്തിൽ നടക്കും. ദേവകിയാണ് ഭാര്യ. അജിതൻ, ബാബു, രജികുമാർ എന്നിവർ മക്കളാണ്. കണ്ടാനശ്ശേരി കളത്തിൽ വാസുദേവൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. വിമുക്ത ഭടനാണ്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. ദേവയാനിയാണ് ഭാര്യ. അഡ്വക്കേറ്റ് നിഷാദ്, ഡമട്രിയസ് എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിപ്പേർ ഇലവന്ത്ര ശ്രീധരൻ ഭാര്യ സരോജിനി നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി ക്രിമിറ്റോറിയത്തിൽ നടന്നു. ബീന, സുനിൽ, സന്തോഷ് എന്നിവർ മക്കളാണ്. വാഗ മടത്തുംപടിക്കൽ കുഞ്ഞുണ്ണി മകൻ രാജൻ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് എളവള്ളി ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടക്കും. കമലയാണ് ഭാര്യ. രാജേഷ്, പത്മനാഭൻ, രജിത എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിപ്പേയൂർ കല്ലിപ്പറമ്പിൽ വേലായുധൻ നിര്യാതനായി 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലക്ഷ്മിയാണ് ഭാര്യ. ഗിരിജ, രാജൻ, സുനിത, ഗീത, സുകുമാരൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ദേശീയപാത NH 66 ശോചനീയാവസ്ഥ. പ്രതിഷേധം കനക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. PDP ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ഹൈവേ ഉപരോധിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണം സംസ്ഥാന സർക്കാർ മുഴുവൻ ചെലവും വഹിക്കാമെങ്കിൽ സാധ്യതകൾ പരിശോധിച്ച് അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. മന്ത്രിയുടെ ഉറപ്പ്. അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MP നൽകിയ കത്തിന് മറുപടിയായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജന്റെ ഭർത്താവ് രാജനെ ഇടിച്ച് കൊലപ്പെടുത്തിയ കാർ 1 മാസത്തിന് ശേഷം പോലീസ് കണ്ടെത്തി. കാർ ഓടിച്ചിരുന്ന വ്യക്തി വിദേശത്തേക്ക് കടന്നു കളഞ്ഞെന്ന സൂചന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം CCTV ചാനൽ ആസ്വദിക്കാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.